ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ട ഓർഫനേജുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഗൈസ്. ഈ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള ചേതോവികാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ 13-ാം തീയതി 2 വീഡിയോ റിലീസായിട്ടുണ്ട്. ഒന്ന്, അതിജീവത, പേര് പറയാൻ പാടില്ല, ആ കൊച്ചിന്റെ ഒരു പ്രസ് മീറ്റ്. 2, നമ്മുടെ ഡാഡി ഗിരിജയുടെ ഒരു 41 മിനിറ്റ് ലെന്ത് ഉള്ള ഒരു മെഴുകൽ എക്സ്പ്ലനേഷൻ. കംപ്ലീറ്റ് മെഴുകലാണ്. ചേച്ചി വന്ന് ചേച്ചി ഇങ്ങനൊന്നും പറഞ്ഞാൽ ചേച്ചി പറ്റൂല, ചേച്ചി പറയുമ്പോ വിത്ത് പേപ്പർ വെച്ച് പറയണം. നല്ലത് നാട്ടുകാർ വിശ്വസിക്കൂല കേട്ടോ. ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ഏത് ചേച്ചിയുടെ മെഴുകല് വേണോ അതോ മറ്റേ കൊച്ചിന്റെ പ്രസ് മീറ്റ് വേണോ? അപ്പൊ പ്രസ് മീറ്റ് കാണാം ഗൈസ്. പ്രസ് മീറ്റ്. കൊച്ചിന്റെ പേര് പറയാൻ പറ്റൂല, കാര്യം പോഷ്കോ ആണല്ലോ. പോഷ്കോ. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സ്വകാര്യത പരസ്യപ്പെടുത്തുന്നതിലെ പ്രയാസങ്ങൾ പറഞ്ഞാണ് അതിജീവത സംസാരിച്ചു തുടങ്ങിയത്. കുടുംബ ബന്ധത്തിന്റെ തണൽ താൻ അനുഭവിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും തനിക്ക് വേണം. ഞാനിപ്പോൾ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കിപ്പോഴാ ഒരു ഫാമിലി കിട്ടിയത്. അതെല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. എനിക്ക് എൻ്റെ ഫാമിലി വേണം. ഇത്രയും നാള് ഒരു അനാഥയെ പോലെ ഞാൻ ജീവിച്ചത്. മോളെ നീ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വീട്ടിലോ അല്ലെങ്കിൽ പറമ്പിലോ അല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് ഒരു അനാഥാലയ മന്ദിരത്തിലാണ്. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം അതിൻ്റെതായ കുറച്ച് നിയമവും കാര്യങ്ങളൊക്കെയും. ആ നിയമത്തിന്റെ വഴിക്ക് പോയപ്പോൾ നിങ്ങൾ ചെയ്ത നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അതിനിങ്ങനെ നടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കുഞ്ഞെ. തന്റെയും കുഞ്ഞിന്റെയും ചിത്രങ്ങൾ സഹിതമാണ് യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ നൽകിയത്. എന്തുവാടേ പറയുന്നത്? ഏതെങ്കിലും ഒരു വിവരമുള്ള യൂട്യൂബ് ചാനൽ ഈ പെങ്കൊച്ചിന്റെയോ പോഷ്കോ കേസാണ്, ആ പോഷ്കോ കേസിലുള്ള പെങ്കൊച്ചിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ കൊച്ചിന്റെ ഫോട്ടോ അതുപോലും കൊടുക്കൂല. ആരാണ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഈ പെങ്കൊച്ചിന്റെ ഫോട്ടോ ഏതോ കുറെ നാറുകൾ എടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കൊച്ചിന്റെ ഫോട്ടോ ഇതുവരെ ഒരു യൂട്യൂബർ എടുത്തിട്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല. വ്യക്തിപരമായ അധിക്ഷേപം, സംഭാവനകളുമായി ബന്ധപ്പെട്ട ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ എന്നിവയായിരുന്നു. സംഭാവനയുമായി ബന്ധപ്പെട്ട് ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ച കണക്കുകളല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് മിസ്റ്റർ ഡഡി ഗിരിജ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു 41 മിനിറ്റ് വന്ന് മെഴുകിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരു കണക്കും അതിനെപ്പറ്റി വന്ന് പറഞ്ഞിട്ടില്ല. എനിക്കിതിന് ഒരു നീതി വേണം. ഇനിയും എന്തുവാ സമൂഹത്തിന് മുമ്പ് ഇപ്പൊ കുഞ്ഞിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റത്തില്ല. ചുറ്റുമുള്ളവരൊരുമാതിരി എല്ലാവരെയും വിളിച്ച് അടുത്ത് നിൽക്കുന്നവരെ പോലും വിളിച്ച് കാണിക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തോ പോസ്കോ കേസിലെ ഏരിയയാണ്. എൻ്റെ കുഞ്ഞ് അതിൽ ജനിച്ചതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിട്ടാണ് പോസ്കോ ജനിച്ച കുട്ടീന്നും പറഞ്ഞ് ചെയ്യുന്നത്. എവിടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ഇപ്പൊ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ആളുകൾ നിങ്ങൾ സെലിബ്രിറ്റി ആയിട്ട് പേര് നോക്കും, ഉറപ്പായിട്ടും നോക്കും. പിന്നെ ഈ ഒരു കേസും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല മൈലേജാണ് കിട്ടിയത്. അതിപ്പോൾ ആർക്കും തടയാൻ പറ്റത്തില്ല. ഓരോ കാട്ടിക്കൂട്ടുമ്പോൾ ആലോചിക്കണം എന്നേ പറയാനുള്ളൂ. ഞാൻ നിങ്ങളുടെ പക്ഷം പിടിച്ച് ഈ ഒരു കേസിൽ നിന്നെയും നിന്റെ ഹസ്ബൻഡിനെയും വെറുതെ വിടണമെന്ന് തന്നെ പറഞ്ഞതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിനെ ഓർത്തിട്ടാണ്, വേറെ ഒന്നുമില്ല. ആ കൊച്ചങ്ങോട്ട് ജനിച്ചപ്പോൾ തന്നെ കൊച്ചു കാരണം കൊച്ചിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്ന അവസ്ഥ ഒരു തന്തയ്ക്ക് ഉണ്ടാവരുത്. ഒരു മാനസിക പരിഗണനയുടെ പുറത്താണ് ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇത് ഇത്രയും ചർച്ചയാവാനുള്ള കാര്യം എന്ത്? ഓർഫനേജിലാണ് നടന്നത്, അല്ലാതെ കാളച്ചന്തയിലൊന്നും അല്ല. ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു. കാരണം കരഞ്ഞിട്ടോ വീടിച്ചിട്ടോ ഒന്നും കാര്യമില്ല മക്കളെ. ആ ഒരു സമയത്ത് ഈ സമൂഹത്തിൽ വളർന്നു വരാനുള്ളതാണ്. ഇവളൊരു പെങ്കൊച്ച. അതുപോലെ തന്നെ ഇവക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇതേപോലെ ഹൃദയത്തിൽ മതിലില് ഹോളും ടൈറോയിഡും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അത് ഞങ്ങൾ നുണ പറയുക, സഹതാപത്തിന് വേണ്ടി ഞങ്ങൾ നുണ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ വീടിൻ്റെ വാതിൽക്ക് വന്ന് എന്നിട്ട് ഇതേപോലെ ഒരുപാട് മോശപ്പെട്ട രീതിക്ക് സംസാരിക്കും. കുഞ്ഞിൻ്റെ എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഇതേപോലെ പന്ന രീതിക്കുള്ള സംസാരവും വീഡിയോസും. ഈ പെങ്കു സത്യയുടെ നല്ല കട്ട നുണയാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇതുവരെ ഈ പെങ്കൊച്ചിന്റെയോ ആ കുഞ്ഞിന്റെയോ ഫോട്ടോ വെച്ച് അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു യൂട്യൂബറും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. വിവരമുള്ള ആരെങ്കിലും ചെയ്യൂ, പിടിച്ചകത്തിടാനുള്ള വകുപ്പുണ്ട്. ചുമ്മാതെ വന്നിരുന്ന് കള്ളത്തിനും പറയാണ്. യൂട്യൂബേഴ്സിനെതിരെയുള്ള കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അതിലൊന്നും ഒരു നീതിയോ അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് നീതി കിട്ടാതെ? അങ്ങൊരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് നീതി കിട്ടാതെ. എവിടെയോ ഇരുന്ന ഒരുത്തൻ എന്റെ പേരിൽ ഞാനൊരു ജനറേറ്റഡ് ഇമേജ് തമ്മിലിനകത്ത് ഒരു കൊച്ചിന്റെ ഫോട്ടോ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് എന്റെ പേര് കേസ് കൊടുത്തിട്ട് എന്നെ കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചതാണ്. നിങ്ങൾ കണ്ടതാണ്, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇമേജ് ആയിട്ട് പോലും എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. അന്നേരം പ്രത്യേകിച്ച് ആ കുഞ്ഞിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കാൾഡ് ഇവരുടെയോ പിക്ക് തമ്മിൽ വെച്ചിട്ട് അതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ മേളിൽ ആക്ഷൻ ഉണ്ടാവും. ആക്ഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പരാതി വാലിഡ് അല്ല. അതുകൊണ്ടാണ് അതിനൊരു ആക്ഷനോ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇതിൽ നിന്നെങ്കിലും എനിക്കൊരു നീതി നേടിത്തരണം.
പത്രസമ്മേളനത്തിനൊന്നും ആർക്കും നീതിയൊന്നും കിട്ടത്തില്ല. എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സെന്റിമെന്റ് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് അമ്മയും മോളും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയേക്കാണ്. ഇത് കയ്യിൽ നിന്ന് പോയി, ഇത് കാര്യങ്ങൾ മൊത്തം കൈവിട്ട് പോയേക്കാണ്. അതുകൊണ്ടാണല്ലോ ഈ സെയിം ഡേ തന്നെ പത്രസമ്മേളനവും ഗിരിജ മാഡം ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഗിരിജ മാഡത്തിന്റെ വീട്ടിലോട്ട് നമുക്ക് വരാം. 18 വയസ്സ് പൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുഞ്ഞു പറഞ്ഞത്. മറിച്ചുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. സ്ഥാപനം നടത്തിപ്പുമായി 18 വയസ്സ് പൂർത്തിയായതിനു ശേഷമുള്ള ബന്ധത്തിലാണ് കൊച്ചി ജനിച്ചതെന്ന് വിശ്വസിച്ച് വായ്പകളുണ്ട്. ആഭരണങ്ങൾ പലതും പണയം വെച്ചാണ് കാര്യങ്ങൾ നീക്കിയത്. സ്ഥാപനം പൊട്ടിക്കാനുള്ള നീക്കവും കേസിന്റെ മറവിൽ നടക്കുന്നു. സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആദ്യം ഈ കേസ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അയാളെന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തി എന്ന് പറയുമ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ ചിൽഡ്രൻസ് ഹോമിൽ അന്തേവാസിയായിട്ട് നിന്നപ്പോൾ ആ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന ഒരു സ്ത്രീയാണ്. 2 ദിവസമേ അവരവിടെ നിന്നുള്ളൂ. അങ്ങനെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് പറയിപ്പിച്ച് ഒരു വീഡിയോ എടുക്കാൻ വന്ന ഒരു വ്യക്തിയാണ്. അതും ആരുടെയോ പിൻബലത്തിലാണ് അവിടെ വരുന്നത്. ഞങ്ങളുടെ സ്ഥാപനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആ സ്ത്രീ അവിടെ വരുന്നത്. ഞാൻ തറപ്പിച്ച് പറയാം, 18 വയസ്സിന് ശേഷം മാത്രമേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ബന്ധപ്പെട്ടിട്ടുള്ളൂ. 18 വയസ്സിന് ശേഷം മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. നീ പറയുന്നതൊക്കെ ശരിയായിരുന്നെങ്കിൽ ഈ ഒരു കേസ്, ഈ ഒരു പോക്സോ കേസ് നിന്റെ ഹസ്ബൻഡിന്റെ മേളിൽ വരത്തില്ലായിരുന്നു. ഏതോ ഒരുത്തം കൊണ്ട് പരാതി കൊടുത്തപ്പോൾ ആ പരാതിയുടെ മുകളിൽ കഴമ്പുണ്ടായതിന്റെ പേരിലാണ് FIR ഇട്ടത്. വൈദ്യ പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് എന്താണെങ്കിലും പ്രൂവ് ആവും ഇത് 18 വയസ്സിന് മുമ്പാണോ 18 വയസ്സിന് ശേഷമാണോ എന്ന്. പിന്നെ കൊച്ചിന്റെ സംസാരം കേട്ടറിയാം ഒരു ബേസിക് നോളജ് പോലും അതിനെ പറ്റിയില്ല. പോക്സോയ്ക്ക് തന്നെ പോസ്കോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കള്ളത്തരം ഇങ്ങനെ വന്ന് മീഡിയയുടെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് തെളിവുകൾ നിരത്തി കഴിഞ്ഞാൽ പെട്ടുപോകും. മോളിനി വന്ന് എത്ര കടന്ന് ആണയിട്ട് പറഞ്ഞാലും തെളിവുകളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ തെളിവുകളിനകത്ത് 18 വയസ്സിൽ താഴെയാണ് സംഭവം നടന്നതെങ്കിൽ ഹസ്ബൻഡ് അകത്തു പറഞ്ഞു. മനസ്സിലായ? നിങ്ങളൊക്കെ ഫാമിലിയിലുള്ള അനിയത്തിയോടും പെങ്ങളോടൊക്കെ ഈ ഒരു അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ചപ്പോൾ സ്വന്തം എന്റെ വീട്ടിലെങ്ങാണെങ്കിൽ കവളമടല് എടുത്ത് ഞാൻ തലമണ്ടൊക്കെ അടിച്ചേനെ. ഈ അവസ്ഥ എങ്ങാണോ ഈ മാതിരി തോന്നിയ ദിവസം കാണിച്ചിട്ട് എന്റെ വീട്ടിലാണ് കയറി വന്നായിരുന്നെങ്കിൽ പിന്നെ ഉള്ളു ബാക്കി സംസാരം. ഞാൻ ബന്ധപ്പെട്ട ഡേറ്റ് ഉൾപ്പെടെ എല്ലാവരുടെയും ഈ സമൂഹത്തിന് മുമ്പ് പറയേണ്ട ഗതികേട് ഇപ്പൊ എനിക്ക് ആരാ ഗതികേട് ഉണ്ടാക്കിയേ? നിങ്ങൾ തന്നെയല്ലേ. ആദ്യത്തെ തെറ്റ് ചെയ്തത് ഗിരിജാ മാഡമാണ്. നിങ്ങളുടെ കല്യാണം ഒരു ഷോയ്ക്ക് വേണ്ടി, ഒരു നന്മവരം കളിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ അങ്ങ് പബ്ലിഷ് ചെയ്തു. രണ്ടാമത് തെറ്റ് ചെയ്തത് നിങ്ങളാണ്. നിങ്ങൾക്ക് അന്നേരം കിട്ടിയ സപ്പോർട്ട്, ആളുകളുടെ ഭയങ്കര പ്രോത്സാഹനം കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ച് മാരൊക്കെ സപ്പോർട്ടാണ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പൊട്ടത്തരം കാണിച്ച് വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യം ഇൻക്ലൂഡിങ് പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ വരെ യൂട്യൂബിനകത്തിട്ട് നോക്കുമ്പോൾ എന്താ യൂട്യൂബിനകത്തിടുമ്പോൾ നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, പൈസ കിട്ടുന്നുണ്ട്, കൊള്ളാലോ കളി. പക്ഷെ ആളുകൾ ഒരു പൊട്ടന്മാരല്ല, അവര് കാൽക്കുലേറ്റ് ചെയ്യും. അവർക്ക് നിങ്ങളെക്കാളും ബുദ്ധിയും ഇവരുണ്ട്. ഒരു കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൃത്യമായി എടുത്തങ്ങോട്ട് പറയും. ഇത് 5ാം മാസത്തിൽ ഇങ്ങനല്ലല്ലോ വരണ്ടേ, 7ാം മാസത്തിൽ ഇങ്ങനല്ലല്ലോ വരണ്ടേ. ഇങ്ങനെ ഒരാളൊരു സംശയം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും അതിനെപ്പറ്റി ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് പ്രസ് മീറ്റ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. മനസ്സിലായോ? എന്തെങ്കിലും ഒരു നീതി വേണം. കാരണം നാളെ ഒരു സമൂഹത്തിൽ ഇതൊരു പെൺകുട്ടിയാണ്, അവൾ ഇത് കേട്ടാണ് വളർന്നു വരേണ്ടത്. നാളെ ഒരു സമയത്ത് മറ്റുള്ളവരും അവൾ ആ കണ്ണുകൊണ്ടേ കാണും. അപ്പോൾ ഇതായിരുന്നു അതിജീവതയുടെ പ്രസ് മീറ്റ്. ഇതിന്റെ ഫുൾ വീഡിയോ ഒന്നും കണ്ടോന്നില്ല, ഫുൾ വീഡിയോ ഒന്നും എങ്ങും അവൈലബിൾ അല്ല. ഞാൻ പറയുന്നു ഫുൾ പ്രസ് മീറ്റ് ഒന്നും. അപ്പോൾ എന്താണെങ്കിലും മെയിൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ന്യൂസിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ട പരിപാടിയാണ്. ഇതിന്റെ പുറത്ത് എന്തായാലും കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ. അല്ലാതെ ഇപ്പം നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ കൊച്ചിന് നാളെ വളർന്നു വരുമ്പോൾ കൊച്ചിനെ ഇനി എല്ലാവരും ഈ പറഞ്ഞ പോലെ ആ ഒരു കണ്ണിൽ കൂടെ കാണുമെങ്കിൽ അങ്ങനെ അല്ലെന്ന് പ്രൂവ് ചെയ്താൽ പോരെ, പ്രശ്നം തീർന്നു. പിന്നെ കൊച്ചിനെയൊന്നും ആരും ആ ഒരു രീതിയിൽ കാണുകയില്ല, ഒന്നുമില്ല. നിങ്ങളുടെ നിരപരാധിത്വം നാട്ടുകാരുടെ മുന്നിൽ തെളിഞ്ഞ് നിങ്ങളൊക്കെ ഇത്രയും ക്രൂശിക്കപ്പെട്ടത് വെറുതെ ആണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ മറിച്ചാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നമ്മുടെ നിയമം എന്താണോ പറയുന്നത് അത് അനുഭവിക്കേണ്ടി വരും. അന്നേരം അവിടെ ഈ കരച്ചിലോ അല്ലെങ്കിൽ കള്ളമൊഴിയോ ഒന്നും വില പോവില്ല. പറഞ്ഞു മനസ്സിലായോ? നമുക്കിനി എന്താണെങ്കിലും ഗിരിജാ മാഡത്തിന്റെ വീഡിയോട്ട് വരാം. ഗിരിജാ മാഡം ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് യൂട്യൂബേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അതിനകത്ത് മെയിനായിട്ട് ഷഫീന ബിബിയുടെ ഒക്കെ പേരാണ് എടുത്ത് പറയുന്നത്. കാര്യം പുള്ളിക്കാരത്തിയാണ് ഇവരുടെ ഈ ഒരു സംഭവത്തിനെതിരെ കട്ടക്കി നടിച്ചത്. ഇവർക്കെതിരെ വന്ന കുറെ ആരോപണങ്ങളൊക്കെ തെറ്റാന്ന് വന്ന് പറയുന്നുണ്ട്. അത് പ്രൂഫൊന്നുമില്ല, പറച്ചില് മാത്രമേ ഉള്ളേ. നമുക്ക് എന്താണെങ്കിലും ഓരോന്ന് കേൾക്കാം. പറ്റത്തില്ല, കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതായത് ഒരു സ്ഥാപനം 10-70 പേരെ, അമ്മമാര്, കുഞ്ഞുങ്ങള്, അങ്ങനെ 10-70 പേരെ സംരക്ഷിച്ചു. അപ്പം ആണുങ്ങൾക്ക് പോലും കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു.
അത് ശരിയാട്ടോ, കറക്റ്റാണ്. ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ അവിടുത്തെ താമസിച്ച ഒരു പെങ്കൊച്ച് വന്ന് പറയുന്നുണ്ടായിരുന്നു, അവിടുത്തെ പെൺകുട്ടികൾക്ക് സാനിറ്ററി പാഡ്സ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ലായിരുന്നു. തുണിയൊക്കെ വെച്ചിട്ടാണ് അവർ ഈ 2025 ചെയ്തുകൊണ്ടിരുന്നത്. സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന, സ്ത്രീ എന്താണെന്ന് അറിയാവുന്ന ഒരാണിനും പറ്റൂല, നിങ്ങൾക്കേ പറ്റും. കറക്റ്റാണ്. അപ്പോൾ ഇതുപോലൊരു ഓർഫനേജ് കൊണ്ടുപോകാൻ ആണുങ്ങൾക്ക് പറ്റൂല കേട്ടോ. അതിന് കണ്ണിച്ചോരയില്ലാത്ത ഒരു സ്ത്രീ തന്നെ വേണം അതിന് മുൻകൈ എടുത്ത് നടത്തിക്കൊണ്ടുപോകാൻ. ആണുങ്ങൾക്ക് വലിയ പാടാതൊക്കെ. ഞാൻ ചെയ്ത തെറ്റ്, ഈ ആരുമില്ലാത്തവരെ നോക്കുന്നത് ഒരു പാവുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ആണുങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് ചിന്തിച്ചെടുത്ത് ഞാൻ ചെയ്തതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ നോക്കുന്നതിന്റെ ശിക്ഷയാണ് ചേച്ചി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ വെറുതെ ഒന്നും അല്ലല്ലോ ചേച്ചി നോക്കിയത്. ചേച്ചി ഒന്നുമില്ലാത്തടത്തുനിന്ന് എന്തൊക്കെയൊക്കെ ആയിക്ക് തീർന്നില്ലേ. പാവങ്ങളെ നോക്കിയിട്ടുണ്ട്, അതിന്റെ കൂലിയും ചേച്ചി കൃത്യമായിട്ട് മേടിച്ചിട്ടുണ്ടാവും. തുറന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ചേച്ചി നിങ്ങൾ മര്യാദയ്ക്ക് അവിടെയുള്ള പാവങ്ങളെ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പന്തസായിട്ട് തല ഉയർത്തി പിടിച്ചു വന്നിരുന്നിട്ട് സംസാരിച്ചുകൂടി. ഒരാളല്ല അലിഗേഷൻസുമായിട്ട് നിങ്ങളുടെ ഓർഫനേജിനെതിരെ വന്നത്, ഒരു കൂട്ടം ആളുകൾ വന്ന്, അവിടുത്തെ നേരത്തെയുള്ള അന്തേവാസികൾ പലരും വന്നു, നിങ്ങളെ അറിയാവുന്നവർ. ഒരു ഓർഫനേജിനെ തകർക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു ആഗ്രഹവും ഇല്ല. ഓർഫനേജസ് വേണം നമ്മുടെ നാട്ടിൽ. പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഷെൽട്ടർ പോലെ അത് വേണം ഇവിടെ. പക്ഷെ അതിനെ മുതലെടുത്ത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ, മണി മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ സാധനം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ആരും നോക്കി നിൽക്കത്തില്ല. അതിന്റെ ഒരു തിരിച്ചടിയാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. പിന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ പറ്റി കുറെ സ്റ്റോറീസ് വരുന്നുണ്ടായിരുന്നു. ഇവരുടെ ഹസ്ബൻഡിനെ കുത്തിക്കൊന്നതാണ്, എന്തോ ചന്തയിലിട്ടെന്തോ കുത്തിക്കൊന്നതാണ്. അത് കാരണം പറയുന്നത്, ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ കാമുകനോടൊപ്പം ഓട്ടോയിൽ എങ്ങാണ്ട് പോയപ്പോൾ പിടിച്ച്, അങ്ങനെ കാമുകനും ഹസ്ബൻഡും തമ്മിൽ വഴക്കുണ്ടായോ, അങ്ങനെ കാമുകനെ കണ്ട് കുത്തിക്കൊന്നതെന്നാണ് വേറെ അവർ വന്ന് പറഞ്ഞ സ്റ്റോറി. നമുക്കറിയില്ല, നമ്മളിതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചതിന്റെ ഒരു പത്ര കട്ടിങ് ഒക്കെ ചേച്ചി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞായറാഴ്ച രാത്രി 8 പുന്നല ജംഗ്ഷനിൽ വെച്ചാണ് അച്ഛനും മകനും ചേർന്ന് രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സമാന്തര സർവീസ് നടത്തുന്ന ജീപ്പിൽ പത്തനാപുരത്ത് നിന്ന് പുനലയിലേക്ക് വരവെ ജീപ്പിൽ ഇരിക്കുകയായിരുന്ന കുഞ്ഞുമോന്റെ മടിയിൽ രാജേഷിന്റെ കവർ വെച്ചിട്ട് ജീപ്പിന്റെ വശത്ത് തൂങ്ങി നിന്നു. ഇത് ഇഷ്ടപ്പെടാത്തതിലുള്ള തർക്കമാണ് വാക്കേറ്റത്തിനിടയാക്കിയതും തുടർന്ന് നടന്ന സംഘടനത്തിനിടെ സ്ഥലത്തെത്തിയ പ്രദീപും ആക്രമണത്തിൽ ഏർപ്പെട്ടതോടെയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അപ്പൊ എന്തോ ഒരു ചെറിയ പ്രശ്നം അതിനകത്ത് വാക്കുതർക്കം ഉണ്ടായി. അങ്ങനെയാണ് ഈ പറയുന്ന രാജേഷ്, വിജിലന്റ് എന്നെങ്ങാനാണ് പുള്ളിയുടെ യഥാർത്ഥ പേര്, പുള്ളിക്കാരൻ മരിക്കുന്ന സമയത്ത് 35 വയസ്സ്. 2 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്, കുഞ്ഞുമോനും മകൻ പ്രദീപും. ഇവർ രണ്ടുപേരാണ് ഇയാളെ കൊന്നത്. അന്ന് വന്ന പത്രത്തിന്റെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കേട്ട സ്റ്റോറി വേറെയാണ്. കാമുകൻ കൊന്നു എന്നുള്ള തരത്തിൽ എന്തോ ആണ് നമ്മൾ കേട്ടത്. അതെന്തിലൊക്കെ ആവട്ടെ, അത് നമ്മുടെ കാര്യമല്ല. നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഓർഫനേജ് ആണ്. പിന്നെ വെച്ചാൽ ഞാൻ കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്, പാർക്കോട് സർവീസ് ആൻഡ് ബാങ്ക്, തേപ്പുവായ ഉള്ളവർക്കൊക്കെ അറിയാലോ, നമ്മുടെ അവിടെ ഉള്ള മെമ്പർമാരെല്ലാം ഇവിടെ ഉണ്ട്. തേപ്പുവാ, ഈ ഏഴംകുളം സർവീസ് ആൻഡ് ബാങ്കിൽ, പാർക്കോട് സർവീസ് ആൻഡ് ബാങ്കിൽ, നെടുമൺ സർവീസ് ആൻഡ് ബാങ്കിൽ, രണ്ടും എനിക്ക് ജപ്തിയായിട്ട് കിടക്കുക. രണ്ടും കൂടെ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു 22 ലക്ഷം രൂപയോളം കടവ്. പിന്നെ കുണ്ടേ സർവീസ് ആൻഡ് ബാങ്കിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി, ഉദയഗിരിച്ചെന്ന് പറഞ്ഞാൽ മതി, അവരെടുത്തു തരും എന്റെ സമ്പാദ്യം എന്താണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഈ ഒരു സ്ഥാപനം ഒറ്റയ്ക്ക് നിന്ന് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ചേച്ചി ഇതിനകത്ത് ഒരുപാട് അനധികൃതമായിട്ട് പൈസ സമ്പാദിക്കുന്നു എന്നുള്ള തരത്തിലൊരു ആരോപണം മുന്നോട്ട് വന്നിരുന്നു. അപ്പൊ അതിന് ചേച്ചി ഇപ്പൊ കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. ചേച്ചിക്ക് 2 അക്കൗണ്ടാണുള്ളത്. ആ 2 അക്കൗണ്ടിലും എത്ര രൂപ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് അന്വേഷിക്കാം എന്നുള്ള തരത്തിൽ ചേച്ചി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോ ജപ്തിയായി 22 ലക്ഷം രൂപ കടത്തിലാണെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ച് കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമല്ലോ. അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. ഈ 22 ലക്ഷം രൂപ കടവുള്ള ചേച്ചി ഈ അടുത്തിടയ്ക്ക് കണ്ടല്ലേ മോനും മോക്കും വേണ്ടിയിട്ട് ഒരു വീടെങ്ങാണ്ട് വെച്ചു കൊടുത്തത്. ജപ്തിയായി കിടക്കുന്നെന്നും പറയുന്നു. അന്നേരം വീട് വെച്ചു കൊടുക്കാൻ ചേച്ചിയുടെ ഈ പൈസ ഉണ്ട്. ജപ്തിയായി കിടക്കുന്ന സാധനം ഞാൻ ചേച്ചിയുടെ പൈസ ഇല്ല. അപ്പൊ പറയുന്നതിനകത്ത് തന്നെ എന്തൊക്കെയോ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ ചേച്ചി. അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഈ ജപ്തി എന്ന് പറയുന്ന ഒരു മറയാണോ? നമ്മളിപ്പം കൂട്ടുകാരൊക്കെ നമ്മുടെ കയ്യിൽ വന്ന് പൈസ വല്ലതുണ്ടോ ചോദിക്കാൻ സമയത്ത് ചിലരൊക്കെ അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും, അളിയാ നോക്കളിയാ കണ്ടോളിയാ ബാലൻസ് ഇല്ല, ഇതിനകത്ത് മൊത്തം മൈനസിലാണ് കിടക്കുന്നത്. സത്യത്തിൽ അവന്റെ 2 അക്കൗണ്ട് കാണും. മറ്റേ അക്കൗണ്ടിലായിരിക്കും പൈസ, അക്കൗണ്ട് ഇല്ലാത്ത പൈസ കാണിക്കും, മൈനസിലാണ്, ഇതിനകത്ത് പൈസ ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കാണിക്കും. ആ പരിപാടിയാണ് ചേച്ചി ഇവിടെ കാണിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അല്ലാതെ ഒരു ഗുണവും ഇല്ലാതെ ചേച്ചി ഇത് നടത്തിക്കൊണ്ട് പോകുമെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി. ഇനി നമ്മുടെ അതിജീവിതയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിജീവിതയുടെ ഈ കാര്യങ്ങളൊന്നും ചേച്ചിക്ക് അറിയുകയില്ല, അതിജീവിത ചോദിച്ചിട്ടൊന്നും പറയുന്നേ ഇല്ല എന്നുള്ള തരത്തിലാണ് ചേച്ചി പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാവേ. ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് ചേച്ചി പറയുന്നത്. അവർക്ക് 18 വയസ്സാവുന്നതിന് 2-3 മാസം, 3-4 ഒരു എന്റെ ഉണ്ണി ഗൾഫിൽ നിന്നൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവളുടെ കാര്യം 18 വയസ്സ് തികയുന്നതിന് 3-4 മാസം മുമ്പ് ചേച്ചിക്ക് ഇഷ്ടം, അതിന് മുമ്പ് ഇഷ്ടമല്ലായിരുന്നു. ചേച്ചി 18 വയസ്സ് തികയാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു തോന്നുന്നു കേട്ടോ. പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഞാനിവിടെ. എന്ന് വെച്ചാല്
നാളെ സമയത്ത് 18 വയസ്സ് കഴിയുമ്പോൾ എന്റെ മരുമോളാക്കാം എന്ന രീതിയിൽ. 18 വയസ്സ് അങ്ങോട്ട് തികയുമ്പോഴത്തേക്ക് ചേച്ചി അവളെ എന്റെ മരുമോളാക്കാമെന്ന് ചേച്ചി ശപഥം എന്ന് വെച്ചാൽ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ചേച്ചി മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. ചേച്ചി എന്നിട്ട് അതുപോലെ തന്നെ നടപ്പിലാക്കി. 18 വയസ്സും 12 ദിവസവും പ്രായമുള്ള പെങ്കൊച്ചിനെ 23 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ കൊണ്ട് കെട്ടിച്ചു. ഉത്തമ അമ്മയായി മാറി. അപ്പോ ആലോചിച്ച് നോക്കണം, ചേച്ചി അന്നേരം 18 വയസ്സും 12 ദിവസം ഉള്ളപ്പോ ഈ പയ്യനെ കൊണ്ട് കെട്ടിക്കണമെങ്കിൽ ചേച്ചി അന്നേരം ഈ പെങ്കൊച്ചിന്റെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ ഈ കല്യാണത്തിന് ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലേ ചേച്ചി? അത് തെറ്റല്ലേ ചേച്ചി? ആ പെങ്കൊച്ചിന്റെ സംസാരം കേട്ട് അറിയാം അതിന് ഒരു തരത്തിലുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ല. അത് പറയുന്ന കാര്യങ്ങൾ തന്നെ വളരെ പൊട്ടത്തരമാണ്. അതിന് അത്യാവശ്യം എഡ്യൂക്കേഷനും കൊടുത്ത് അതിന് സ്വന്തം കാര്യം നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ 18 വയസ്സ് അങ്ങോട്ട് തികഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല അതിന് മുമ്പ് മകനെ കൊണ്ട് കെട്ടിച്ച്. കൊള്ളാം, സൂപ്പർ, ഇങ്ങനെ തന്നെ വേണം, അടിപൊളി. മോളായിട്ട് തന്നെ എടുത്തായിരുന്നു അപ്പോൾ കല്യാണത്തിന് മുന്നേ തന്നെ. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയുന്ന പോലെ എനിക്ക് അറിയത്തുള്ളൂ. ഇന്ന് വരെ 18 വയസ്സ് കഴിഞ്ഞിട്ടേ അവർ ഇഷ്ടപ്പെട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു ഡിവൈൻ ലവ് എന്ന് ഞാൻ പറയും. ഭയങ്കര ഡിവൈൻ ലവ്. കാര്യം ഇവര് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പെങ്കൊച്ചിന്റെ കല്യാണം നടക്കുന്നത് 18 വയസ്സും 12 ദിവസവും കഴിഞ്ഞപ്പോഴാണ്. അന്നേരം 18 വയസ്സ് പൂർത്തിയായി ഡേ 1 ഇവർ ഇഷ്ടപ്പെട്ടു, ഡേ 12 കല്യാണം കഴിച്ചു. സോ ഫാസ്റ്റ്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കല്യാണം ഈ കേരള ചരിത്രത്തിൽ കാണത്തില്ല. 12 ദിവസം കൊണ്ട് ഇഷ്ടപ്പെട്ടു, കിട്ടിയിടങ്ങി പരിപാടി. 7-ാം മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിൻ ജനിച്ചു. എന്തൊരു ഫാസ്റ്റ് ആണ് ഇത്! എന്ത് കലികാലമോ! അത് ഭയങ്കര ഫാസ്റ്റ് ആയി പോയല്ലോ. എടുത്തും അവരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാനൊരു അമ്മയല്ലേ, എന്റെ അടുത്ത് എങ്ങനെയാ അവരെന്തെങ്കിലും പറയുമോ? എനിക്കറിയാം. ചേച്ചിയുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി ഒരു അമ്മയല്ലേ, എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നാണ് അവര് ചോദിക്കുന്നത്. കുറച്ചു മുമ്പേ ചേച്ചിയുടെ അടുത്ത് ഒന്നും പറയാത്ത ഈ കൊച്ചാണ് നാട്ടുകാരെ വിളിച്ചു കുട്ടി പ്രസ് മീറ്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെയിം ഡേ തന്നെയാണ് 2 കാര്യവും നടക്കുന്നത്. ഈ 2 വീഡിയോ ഒരുമിച്ചാണ് വന്നത്. ചേച്ചിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി. അതിപ്പം കേസായിട്ട് നടക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. അതിന് സത്യത്തിൽ പറയാതിരിക്കുക നല്ലത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോയി. ഇനി എനിക്കും അറിയാത്ത കാര്യം ഞാൻ ഇന്നും ഈ സമയത്ത് ചോദിച്ചു. അവളൊന്നും പറയുന്നില്ല. അവള് പറയാതെ എങ്ങനെയാ? എന്റെ പൊന്ന് ചേച്ചി, ഇങ്ങനെ കടന്ന് ഉരുളല്ലേ. ഇത്രയും പെട്ടെന്ന് 18 അങ്ങോട്ട് തികയാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ പിടിച്ച് കെട്ടിച്ചപ്പോഴേ നമുക്ക് കാര്യം പിടികിട്ടി. ആ കൊച്ചുകൂടെ ജനിച്ചപ്പോഴത്തേക്ക് കൺഫേം ഉറപ്പിച്ച്. അതാണ് ഇപ്പൊ പെട്ടുപിടിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി കിടന്ന് മെഴുകാതിരിക്കാൻ നല്ലത്. ഇനിയും മെഴുകി കഴിഞ്ഞാൽ മെഴുകി അവിടെ വഴുതി വീഴത്തേ ഉള്ളൂ. അപ്പൊ ചേച്ചി വന്നിട്ട് വളരെ വിശാലമായി ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഏറ്റില്ല എന്നുള്ളതാണ്. ഇവരിനകത്ത് എടുത്തു പറയേണ്ടത് ഇവരുടെ പേഴ്സണൽ ലൈഫിന്റെ കാര്യം, യൂട്യൂബേഴ്സ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം, പിന്നെ ഈ ബാങ്കിനകത്ത് ജപ്തിയുടെ കാര്യം. പക്ഷെ ഇവർ ഇതിനകത്ത് എടുത്ത് മെയിനായിട്ട് പറയേണ്ട കാര്യം ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓർഫനേജിൽ താമസിച്ച പെൺകുട്ടികൾ ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ പറ്റി ഒരു വാക്ക് പോലും ഒരു മിണ്ടിയിട്ടില്ല. അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നിങ്ങൾക്കെതിരെ വന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ നിങ്ങളുടെ അവിടെ താമസിച്ചിരുന്ന ആളുകളുടേതാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതോ മനഃപൂർവ്വം അത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങുമെന്ന് മനസ്സിലായതുകൊണ്ട് അതങ്ങ് വിഴുങ്ങിയതാണോ? അതിനെപ്പറ്റിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അവരാണ് ഈ കാര്യങ്ങൾ ഷഫീൻ നബിയെ പോലുള്ള യൂട്യൂബേഴ്സിന്റെ ത്രൂ ഇത് പുറത്തോട്ട് കൊണ്ടുവന്നത്. ചേച്ചി ഇവിടെ വന്നിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്ത്. അറിയാം അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങും, അറിയാം, നല്ല വെടിപ്പായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഭാഗത്തോട്ടേ പോയിട്ടില്ല. എന്താണെങ്കിലും പോരാ ചേച്ചി, കുറച്ചും കൂടെ ഒന്ന് ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒട്ടും കൺവിൻസിങ് അല്ല കേട്ടോ, ഒരു കാര്യം ഒട്ടും കൺവിൻസിങ് അല്ല. അപ്പം ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഒന്നുകൂടെ വാ, അപ്പൊ നമുക്ക് പരിഗണിക്കാം. തൽക്കാലത്തേക്ക് കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡന്റിന്റെ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവർ മസ്റ്റ് ആയിട്ടും കാണുക. സോ അപ്പൊ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.